വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഈസ്റ്ററിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ തലേന്ന് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നല്ല. നാളെ ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ആനിക്കാടിലെ കാറ്റഗിസം അധ്യാപകരെല്ലാവരും കൂടെ നാളെ ഒരു ടൂർ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിലോട്ട് പോകുന്നത്. പക്ഷെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെക്കാന്ന് വെച്ചപ്പോൾ റൂമിൽ ഒരു കുന്ന തുണി മടക്കി വെക്കാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. സൗണ്ടൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ. പാതിര കുർബാനയ്ക്കൊക്കെ പാട്ടിടാൻ പോയിട്ട് സൗണ്ടൊക്കെ ഇന്നലെ കംപ്ലീറ്റ് കാറ്റായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് സൗണ്ടൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഇന്ന് സാധനങ്ങളൊക്കെ ടൂർ പോകാനായിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്നത് നല്ലതല്ലേ. ടൂർ പോകുമ്പോൾ അതൊരു സ്വാഭാവിക പതിവാണല്ലോ, എല്ലാവരും മേടിക്കുകയുള്ളേ. ഞാനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ അച്ഛന്മാരും ബ്രദർമാരും സിസ്റ്റർമാരും അധ്യാപകരും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ടൂറായിരിക്കും. അല്ല, ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് തൃശ്ശൂർ വരെ പോകുന്നുള്ളൂ. തൃശ്ശൂർ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഇല്ലാതും ഉണ്ടെന്നും പറയുന്നവരുണ്ട്. ഓക്കെ, ബട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ നേരെ അവിടെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും പോകേണ്ടത് നിർത്തിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് വേറെ കുറച്ച് സ്ഥലം കൂടെ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണിച്ചിടാം. അപ്പോൾ ഞാൻ പോയി എൻ്റെ ബാക്കി പാക്കിങ് കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലിറങ്ങണം. ഇങ്ങോട്ട് മൂവാറ്റുപുഴയ്ക്ക് വരുന്നില്ല, കാരണം മറ്റന്നാൾ ഓട്ടാണല്ലോ, 9th ഓട്ടാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ എനിക്ക് ഇവിടെ വോട്ടായിട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെയാണ് വോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ നാളെ നോക്കിയിരിക്കാതെ. വെയിലായതുകൊണ്ട് തൊപ്പി എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ഡാമിൽ പോകുന്നുണ്ട്, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കില്ല, നമ്മുടെ പീച്ചി ഡാം പോകുന്നുണ്ട്. അങ്ങനെയാണ് നിലവിലെ തീരുമാനം. ഇനി മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തുണിയൊക്കെ കൂടെ കിടപ്പുണ്ട് കേട്ടോ, മടക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് തുണി മടക്കി വയ്ക്കുക, കുളിക്കുക, കിടന്നുറങ്ങുക, നാളെ രാവിലെ എണീക്കുക, നേരെ ടൂറിന് പോവുക. അപ്പോൾ ഇതാണ് പ്ലാൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പറ്റിയൊരു സൺ ഗ്ലാസും കൂടി എടുക്കണം. വെയിലൊക്കെ അല്ലേ, തൃശ്ശൂർ കൊടുക്കാത്ത ചൂടാന്നാണ് പറഞ്ഞത്. എന്താ അവസ്ഥ എന്നറിയില്ല. എനിക്കാണെങ്കിൽ സൺസ്ക്രീനൊക്കെ തീർന്നിരിക്കുക, കരിഞ്ഞുണങ്ങി തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴേ ഒരു കോലാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും ബാക്കി കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഉറങ്ങട്ടെ കേട്ടോ. ഹലോ, അപ്പോൾ ടൂർ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ജീൻസും ഒരു ടോപ്പും ഷൂസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അല്ലേ, നമുക്ക് പോയാലും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ജീൻസും ടോപ്പും ഷൂ ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ 2 ബാഗും. അപ്പോൾ അമ്മോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് വേഗം ഇറങ്ങിയിട്ടോ. ഒരു ഏകദേശം 7:45 കഴിഞ്ഞതോടുകൂടി ഞാൻ പള്ളിയിൽ എത്തിച്ചേർന്നു. സിസ്റ്റർമാരും ടീച്ചർമാരൊക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന് ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് മുകളിലും അവിടെ ഇവിടേക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലായിട്ട് ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങൾ പോയത്. AC ബസ്സായിരുന്നു. ഇനി ഈ ചൂടത്ത് AC ഇല്ലാതെ എങ്ങനെ പോകാനല്ലേ. പിന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് വന്നതിന് ശേഷം നേരെ എല്ലാവരും പള്ളിയിലോട്ടാണ് കയറിയത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഇവിടുന്ന് എപ്പോഴും ആരാണെങ്കിലും യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളികളിൽ നിന്നൊക്കെ പോകുമ്പോൾ അച്ഛന്മാരുടെ പ്രാർത്ഥനയും ഒരാശീർവാദമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് പള്ളിയിലൊക്കെ കയറി എല്ലാവരും സ്വസ്ഥാനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ വികാരിയച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ വികാരിയച്ഛൻ വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ മംഗലപ്പുഴ സെമിനാരി എന്ന് പറഞ്ഞപ്പോൾ അതിനെ പറ്റിയിട്ട് അച്ഛനറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വികാരിച്ച് നമ്മുടെ കൂടെ വരുന്നില്ല, എല്ലാവരും അതൊക്കെ വളരെ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അച്ഛനോട് ഓരോരുത്തരായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ എല്ലാവരും നേരെ ബസ്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ചെയ്യാൻ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ കൊച്ചച്ഛൻ. വഴിയെ നിങ്ങൾക്ക് കൊച്ചച്ഛനെ ഇടയ്ക്ക് വീഡിയോസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് ഈ സാറിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടത്. അപ്പോൾ നമ്മളെല്ലാവരും സ്വസ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തേ. എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രാർത്ഥനയോട് കൂടി പോകുന്നതല്ല നല്ലത്. അപ്പം ഞങ്ങൾ ജപമാലയൊക്കെ ചൊല്ലിയാണ് കേട്ടോ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ ആരംഭിച്ചത്.
അപ്പം ഞങ്ങളുടെ സാറതേ എല്ലാവരും പ്രാർത്ഥനയും ചുമല് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ച് ഓരോ സ്ഥലത്തും പോയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും ഇറങ്ങൂ, ഇതൊരു ടൂറാണല്ലോ, നമുക്ക് അടിച്ച് പൊളിക്കട്ടെ എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ആളെല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അച്ഛനും വിളിക്കുന്നുണ്ട് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞിട്ട്. അപ്പോൾ സാറും അച്ഛനും കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് കൂടെ വന്നത് സിസ്റ്ററിൻ്റെ കേട്ടോ. സിസ്റ്ററും ഓരോരുത്തരെയും പേര് വിളിച്ച് സിസ്റ്റർമാരെയൊക്കെ പുറത്തേക്ക് ചാടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് സിസ്റ്റർമാരും പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ 26 പേരാണ് കേട്ടോ ഇന്ന് ഈ ടൂറിന് ഞങ്ങൾ പോയത്. അല്ല, നമ്മുടെ അച്ഛനെ കൂടാതെ 10 സിസ്റ്റർമാരുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ 10 ടീച്ചർമാരും ഉണ്ടായിരുന്നു, പിന്നെ 3 ടീച്ചേഴ്സിൻ്റെ പിള്ളേരുകളുണ്ടായിരുന്നു കേട്ടോ, 5 സ്റ്റുഡൻസും ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഈ ടൂറ് ഞങ്ങൾ ആരംഭിച്ചേക്കുന്നത്. പിള്ളേർ കുഞ്ഞു പിള്ളേരുകളാണ്. അപ്പം നമുക്ക് ഓളൊക്കെ വയ്ക്കണതിന് ഒരു പരിധി ഉണ്ടല്ലോ. മൊത്തം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓളായിരിക്കും. പക്ഷേ നമ്മുടെ ഓളത്തിന് വലിയ കുറവൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് കണ്ടോ, അച്ഛൻ ഫോട്ടോയ്ക്ക് പോസ്റ്റെല്ലാം മടി കൊണ്ടാണോ എന്നറിയില്ല, അച്ഛൻ നേരെ ടി വിയുടെ മുഖത്തോട്ട് നോക്കിയിട്ടാണ്, അതിന് വീഡിയോ എടുക്കുന്നുണ്ടാണോ എന്നറിയില്ല കേട്ടോ, അങ്ങോട്ട് നോക്കിയിട്ടാട്ടോ ഡാൻസ് കളിക്കുന്നത്, ഇങ്ങോട്ട് നോക്കി കളിക്കുന്നില്ല. കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പിൻ്റെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും തന്നെ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇപ്പോൾ സിസ്റ്റർമാർ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഫുൾ കംപ്ലീറ്റ് പ്രാർത്ഥനയിലായിരിക്കും നിങ്ങളൊക്കെ പോവുക അല്ലെങ്കിൽ ഇറങ്ങുമോ. പക്ഷേ ഞങ്ങളുടെ സിസ്റ്റർമാരും അച്ഛനും ടീച്ചർമാരെല്ലാവരും ഭയങ്കര ജോളിയാണ് കേട്ടോ. അവർ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ യാത്ര ഇവിടെ തുടങ്ങിയത് തന്നെ. കുറേയൊക്കെ ഡാൻസ് കളിച്ച് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ നമ്മുടെ ആലുവയിലെ മംഗലപ്പുഴ സെമിനാരി അടുത്തുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോഴത്തേനെ ഏകദേശം എല്ലാവരും ഒന്ന് സൈഡായി തുടങ്ങി, ഓരോരുത്തർ അവരവരുടെ സീറ്റുകളിലേക്ക് പിൻവലിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും ചുമ്മാ കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ കേട്ട് പോവാണ്. ഞാനിതിനകത്ത് വീഡിയോസിലെ ഒറിജിനൽ ഓഡിയോ ഇടാത്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടാണ്. പാട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പല്ലേ, നമുക്ക് ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. അതപ്പോൾ FBയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് ഇല്ലാണ്ട് ഏത് പാട്ടിട്ടാലും കോപ്പിറൈറ്റാണ് മിക്കതിനും തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്ന് പിന്നെ കാര്യമായിട്ട് ചർച്ചകളിലാണ്. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാവരും അവർ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പകരം എൻ്റെ ഫോണിൽ ഞാൻ കൊച്ചുറാണി സിസ്റ്ററാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ തൃശ്ശൂർക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സിസ്റ്റർ വിളിച്ചത് തന്നെയാണ് കേട്ടോ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് അറിയാൻ. പക്ഷേ കുറച്ച് ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് അപ്പം അച്ഛൻ മംഗലപ്പുഴ സെമിനാരി പോകുന്ന കാര്യം ഇന്ന് രാവിലെയാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഓക്കെ, നമ്മുടെ ആലുവയിലാണ്, പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ മംഗലപ്പുഴ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരു തവണ എനിക്ക് പോകാൻ പറ്റാതിരുന്നൊരു സ്ഥലമാണ് ഇതുപോലൊരു ടൂറിന്. പിന്നെ അതിനുശേഷം നമ്മൾ എത്തി, എല്ലാവരും ഓരോരുത്തരുടെ ഇപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ HM കാറ്റിസം, ഇതിൻ്റെ HM ആയിരുന്നു ലീന സിസ്റ്റർ. അപ്പോൾ ഓരോ സിസ്റ്റർമാരും ടീച്ചർമാരും എല്ലാവരായിട്ട് ഓരോരുത്തരുടെ പയ്യെ നമ്മുടെ വഴിയിലോട്ട്. അച്ഛൻ പിന്നെ ആദ്യമേ ഇറങ്ങി നിന്നു, പിന്നെ ഓരോരുത്തരായിട്ട് വന്നിറങ്ങി നിൽക്കുന്നുണ്ട്. സിസ്റ്റർ ഇറങ്ങി, ഇത് കൊച്ചിനായിട്ട് സിസ്റ്ററാണ്. സിസ്റ്റർ ഓടി വന്നു കേട്ടോ ബാക്കിൽ നിന്ന് അടുത്ത വീഡിയോ എടുക്കാനായിട്ട്. ഇപ്പോൾ പോകുന്ന സിസ്റ്ററാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ പിന്നെ ഞാനൊന്നും കൂടി സുന്ദരിയായിട്ട് വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതും പോയിട്ട് ഒന്നും കൂടെ വരുവാണ് കേട്ടോ സിസ്റ്റർ. പിന്നെ സിസ്റ്റർമാരെല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഭീകരിമാരൊന്നും അല്ല കേട്ടോ. ഭയങ്കര കോമഡിയും ഭയങ്കര എൻജോയ്മെൻറ്റോട് കൂടെ പോകുന്നവരാണ് കേട്ടോ നമ്മുടെ സിസ്റ്റർമാർ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി വർത്താനമൊക്കെ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരുമായിട്ടല്ലേ. പക്ഷേ ഇവിടെ എന്തായാലും ഇങ്ങനെയല്ല, എല്ലാ സിസ്റ്റർമാരും കമ്പനിയാണ്. അപ്പം നമുക്ക് ഒരു എന്താ പറയുക അപരിചിത അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഡിസ്റ്റൻസ് അങ്ങനെ ഫീലിംഗ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. നമുക്ക് എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ മംഗലപ്പുഴ സെമിനാരിയുടെ പള്ളി. അപ്പോൾ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു പ്ലേസാണെന്ന് ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെ +2 കാറ്റിസം പഠിപ്പിച്ചത് ഫാദർ ജിസൻ പോൾ വേങ്ങാശ്ശേരി അച്ഛനായിരുന്നു. അച്ഛൻ ആ ടൈമിലും ബ്രദറായിരുന്നു, അച്ഛൻ്റെ പട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ കാറ്റിസം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ഏകദേശം ഡിസംബറോട് കൂടിയായിരുന്നു അച്ഛൻ്റെ അന്നത്തെ പട്ടം. അപ്പോൾ അന്ന് നമ്മുടെ +2 എല്ലാവരും കൂടിയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്. ഈ സെമിനാരി ഇവിടെയൊക്കെ വന്ന് കാണണമെന്ന് അച്ഛൻ ഓരോന്ന് പറഞ്ഞു, നമുക്ക് വന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ എനിക്കിപ്പോഴാണ് ഒരവസരം എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയൊരു മിഷണറി സെമിനാരിയാണ് ലോകത്തിലെ. 1976 ഈ
സ്പെയിനിൽ നിന്നുള്ള മിഷണറി അച്ഛന്മാർ സെമിനാരി നാട്ടുകാരച്ഛന്മാരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു. അതിനുശേഷം സെമിനാരിയുടെ ഭരണം തുടങ്ങി. ഉന്നതങ്ങളിലേക്ക് ചിന്തകൾ ഉയർത്തുക. ഈ ചാപ്പലിൻ്റെ ഏത് ഭാഗത്തു നിങ്ങൾ നോക്കിയാലും അൾത്താര കാണാമെന്നുള്ളതാണ്. അൾത്താരയിലേക്ക് സെൻറ്റർ ചെയ്തുകൊണ്ടാണ്. അൾത്താരയെ അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സൈഡ് ഇതെന്തെല്ലാവരും മുകളിലോട്ട് നോക്കുന്നതെന്നല്ലേ? അപ്പോൾ ദേ അവിടെ 2 കൂട്ടം കേട്ടോ കാണാൻ. ഒന്ന് ദേ ആ സൈഡിൽ കാണുന്ന ചെറിയൊരു ഗോപുരം പോലെ കാണുന്നില്ലേ? ഗോപുരം പോലെ അത് നമ്മുടെ ഈ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കേട്ടോ പള്ളികളിൽ. പിന്നെ ദേ ഈ കാണുന്നതാണ് നമ്മുടെ അൾത്താര കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ചൈതന്യമാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ മുകളിൽ ഈ പള്ളി പണിതേക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെ നമ്മൾ കൈ കൂപ്പി പിടിച്ച് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിലാണ് പണിതേക്കുന്നത്. പിന്നെ ദേ നേരത്തെ മുകളിലോട്ട് നോക്കിയോ, രണ്ടാമത്തെ കാര്യം റെക്ടർ അച്ഛൻ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു ചവിട്ട് ഓർഗൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണിത്. പണ്ട് കാലം മുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ല, കാരണം റിപ്പയർ ചെയ്യാനായിട്ട് ഒത്തിരി നോക്കി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ വർക്കാവുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിപ്പയർ കഴിഞ്ഞ് ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടാണോ അങ്ങനെ എന്തോന്നും അറിയില്ല, പക്ഷേ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ അതിന്. പള്ളി നോക്കിയേ, ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ കൈകൂപ്പി നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലായിട്ട് ഈ പള്ളി പണിതേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പം നമ്മളെല്ലാം ഒക്കെ കണ്ട് നമ്മൾ സാവധാനം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മംഗലപ്പുഴ സെമിനാരി കാണാൻ ശരിക്കും ഉണ്ടല്ലേ. എന്ന് നോക്കിക്കേ, സൈഡിലൊക്കെ ഒരുപാട് പൂക്കൾ, മരങ്ങളും ഒരുപാട് കൃഷിയൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഈ മംഗലപ്പുഴ സെമിനാരി എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ നമ്മുടെ പുഴയും നമ്മുടെ പെരിയാർ പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മുടെ ഈ നേരത്തെ അച്ഛൻ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. 1682 കർമ്മലീത്ത വൈദികർ വരാപ്പുഴയിൽ തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഈ സെമിനാരി. പിന്നീട് അത് 1866 നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1932 ആലുവയിലെ മംഗലപ്പുഴയിലേക്ക് ഇതിനെ പറിച്ചു നട്ടത് കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ അമ്മൽ ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് സെമിനാരി ചുറ്റി കാണിച്ചത് നമ്മുടെ ഈ അമൽ ബ്രദറാണ്. ഭയങ്കര ചുറുചുറുക്കോടെ ഒട്ടും മടി കൂടാണ്ട് എല്ലാവരും കൊണ്ടു നടന്ന് കാണിച്ചത് അമൽ ബ്രദർ മാത്രമാണ് കേട്ടോ. കാരണം ബാക്കി ബ്രദർമാരൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോയേക്കുവാണ്. ഏകദേശം 5000-ലധികം വൈദികർ നമ്മുടെ ഈ മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് വൈദിക പട്ടം സ്വീകരിച്ചേക്കുന്നവരാണ് കേട്ടോ. നമ്മുടെ കല്ലിൽ തീർത്ത പ്രാർത്ഥന എന്നാണ് കേട്ടോ നമ്മുടെ ഈ മംഗലപ്പുഴ സെമിനാരിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കംപ്ലീറ്റ് കല്ലിലും എല്ലാ പ്രധാന കെട്ടിടങ്ങളും നമ്മുടെ സെമിനാരിയും പള്ളിയൊക്കെ കല്ലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ധന്യരായിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫാദർ സക്കറിയാസ് OCD, അതുപോലെ തന്നെ ഫാദർ ഔറേലിയൻ OCD, ഇവരുടെ കബറിടം സന്ദർശിക്കാനാണ് കേട്ടോ. അവിടെ സെമിത്തേരിയിലാണ് ഇവർ 2 പേരെ അടക്കിയേക്കുന്നത്. അപ്പോൾ ധന്യരായി ഉയർത്തപ്പെട്ടവരാണ്. അപ്പോൾ നമ്മളവിടെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിട്ടോ. ചുറ്റും ഇഷ്ടം പോലെ മരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഉള്ള മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ചാമ്പയ്ക്കൊക്കെ കിട്ടി, അപ്പോൾ അതൊക്കെ തിന്നേ. ശരിക്കും നമ്മുടെ സ്പെയിനിൽ നിന്നുള്ള കർമ്മലീത്ത വൈദികരുടെ മേൽനോട്ടത്തിലാണ് കേട്ടോ നമ്മുടെ മംഗലപ്പുഴ സെമിനാരി പ്രവർത്തിച്ച് പോന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ ഓരോ സാധനങ്ങളും ബാക്ക് സൈഡിലുണ്ടായിരുന്ന പുഴ വഴിയാണ് കേട്ടോ നമ്മുടെ കല്ലും മാർബിള് ഈ സാധനം ഗ്ലാസ് ഇതൊക്കെ കൊണ്ടുവന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ബ്രദറിന് ഒരു നന്ദി വാക്കൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിന്നീട് നമ്മൾ വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഈ പാർട്ടുകൾ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മളത് മംഗലപ്പുഴ സെമിനാരിയോട് വിട പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ടൂറിന് വേണ്ടി പോയത്. അപ്പോൾ പാർട്ട് 2ഉം പാർട്ട് 3യും പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.